അടൂർ ഗോപാലകൃഷ്ണനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് കാണുന്നത്. അടൂര് ജാതി പറഞ്ഞു, സ്ത്രീകളെ ഇഴറ്റി കാണിച്ചു എന്നൊക്കെയാണ് ആക്ഷേപമുള്ളത്. ശരിക്കും അടൂരിൻ്റെ ചിത്രങ്ങളും അടൂരിന്ന സിനിമ ചലച്ചിത്രകാരനെ അറിയുന്നവർക്ക് ശരിക്കും അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം കൂടി ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. അടൂരിനോട് ഇവരിപ്പോൾ ഈ പെരുമാറുന്ന രീതി ഉണ്ടല്ലോ, അത് നമ്മുടെ ആക്ടിവിസ്റ്റുകൾക്ക് അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ അവരോടുള്ള എൻ്റെ ഏറ്റവും വലിയ വിയോജിപ്പ് അതാണ്. ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ദേശീയ തലത്തിൽ അർബൻ നക്സലൈറ്റുകൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ചില പർട്ടിക്കുലർ ക്ലാസ് ഉണ്ടല്ലോ. ഇപ്പോൾ ദളിത് മൗലികവാദികൾ, ഫെമിനിസ്റ്റുകൾ, പരിസ്ഥിതിവാദികൾ, അങ്ങനെയുള്ള ഒരു ടീമുണ്ട് ഇപ്പോൾ നക്സലൈറ്റുകളൊക്കെ ഉൾപ്പെടെ. അപ്പോൾ അവരുടെ ഒരു പൊതു രീതി ഞാൻ കാണുന്നതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ ജനാധിപത്യപരമല്ല അവരുടെ സംവാദ രീതി. ജനാധിപത്യത്തിൻ്റെ ഒരു രീതി എന്താ? ഒരു സമൂഹത്തിൽ മാനിക്കേണ്ട ചില മൂല്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ മാതാപിതാക്കൾ, പ്രായം കൂടിയവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ ആദരിക്കണം, ആചാര്യന്മാരെ ആദരിക്കണം, ഒരു 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 സമൂഹത്തിന് വേണ്ടി കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളെ നമ്മൾ വന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തോടുള്ള ബഹുമാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ ഫിലിം കോൺക്ലേവ് നടക്കുന്നു, അവിടുത്തെ ചീഫ് ഗസ്റ്റാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ചിലവിൽ വന്ന ഒരാളല്ലല്ലോ. അടൂർ ഗോപാലകൃഷ്ണന് സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലൈനുണ്ട്. ആ ലൈനിനോട് നമുക്ക് വിയോജിക്കാം വേണമെങ്കിൽ. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് സിനിമാറ്റോഗ്രാഫി അത് തെറ്റാണ് ശരിയാണെന്നൊക്കെ നമുക്ക് വിയോജിക്കാം. അദ്ദേഹത്തിൻ്റെ സിനിമ അങ്ങനെയല്ല സിനിമ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് പലതരത്തിൽ പലരും വിമർശിച്ചിട്ടുണ്ട്. അത് വിമർശിക്കേണ്ടതുമാണ്. അത്തരം വിമർശനങ്ങൾ പോസിറ്റീവാണ്, കലാപ്രവർത്തനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അടൂരിൻ്റെ ഒരു സിനിമ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. MP നാരായണപിള്ള, നമ്മുടെ നല്ല ജേർണലിസ്റ്റും നോവലിസ്റ്റും ഒക്കെ ആയിരുന്ന MP നാരായണപിള്ള, ഓർമ്മയില്ല, പരിണാമം, പട്ടിയെ നായകനാക്കി നോവലൊക്കെ എഴുതിയ MP നാരായണപിള്ള എന്ന് പറഞ്ഞ അന്ന് ആരും പറയാൻ ധൈര്യപ്പെടാത്തൊരു സമയമായിട്ടോ. അദ്ദേഹം പരസ്യമായിട്ട് അടൂരിൻ്റെ ഏതൊരു സിനിമ, അനന്തരമാണെന്ന് എൻ്റെ ഓർമ്മ, ഏതൊരു സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ബാക്കി, അത് വലിയ തലക്കെട്ടുകളായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, അടൂരിൻ്റെ സിനിമ വന്നിട്ടുണ്ട്, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലൂ ഫിലിം കണ്ടാലും അടൂരിൻ്റെ സിനിമ കാണരുത്. അങ്ങനെയൊക്കെ പറയും, വിമർശിക്കാമല്ലോ, അതൊക്കെ ചെയ്യാം. അത് വിമർശനമാണ്, അത് ഉൾക്കൊള്ളും, അത് അടൂർ ഉൾക്കൊള്ളും. അടൂരിൻ്റെ സിനിമ രീതി അതല്ല, അതല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? സമാന്തരമായ രീതി ചെയ്ത് കാണിക്കണം. അടൂർ ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഈസ്തറ്റിക് സിനിമകളുടെ വക്താവാണ്, കലാപരമായ സിനിമകളാണ്. അദ്ദേഹത്തിന് ജനപ്രിയ സിനിമകൾ വാങ്ങണമെന്നോ അടിപൊളി സിനിമകൾ നിർമ്മിക്കണമെന്നോ പണം വാരിക്കൂട്ടണമെന്നോ അദ്ദേഹത്തിൻ്റെ അജണ്ട അതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി വേറെയാണ്. അതുകൊണ്ട് കലാമൂല്യവും ജനപ്രീതിയും ഉള്ള സിനിമകൾ സമാന്തരമായി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ പത്മരാജൻ ആ സ്കൂളിൽ വന്ന ഒരാളാണ്, അല്ലേ? ലോഹിദാസ് ആ വഴിയിൽ വന്ന ഒരാളാണ്, MT അങ്ങനെ വന്ന ഒരാളാണ്, രണ്ടും ചേർത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വഴികൾ പരീക്ഷിക്കാന്നല്ലാതെ ഈ അടൂര് ചെയ്ത് അംഗീകാരം നേടിക്കഴിഞ്ഞ ഒന്ന്, അതിനോടുള്ള മുഴുവൻ വിരോധവും, അടൂരിന് കിട്ടിയ പ്രശസ്തി, അടൂരിന് കിട്ടുന്ന അംഗീകാരം. അടൂരിപ്പോൾ അരവിന്ദന് ശേഷം ഏത് സിനിമാ വേദിയിലും മലയാളത്തിൽ രണ്ടാമത്തെ ആൾ, ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും തലതൊട്ടപ്പൻ അടൂര് തന്നെയാണ്. അതിനോട് ആരെങ്കിലും കലഹിച്ചിട്ട് കാര്യമുണ്ടോ? പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് മുഴുവൻ അദ്ദേഹത്തോട് ഗർവിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് എല്ലാവരും കൂടി കടിച്ചു കീറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സത്യത്തിൽ എന്താ കാര്യമുള്ളത്? അടൂർ പറഞ്ഞാൽ എന്താ തെറ്റെന്ന് അന്വേഷിച്ച് നോക്കൂ. അടൂരിനോട് ഞാൻ പറയുന്നത്, ഒരു സിനിമാ കോൺക്ലേവിൽ ഡെലിഗേറ്റ്സ് മാത്രമായ ഈ ആളുകളൊക്കെ, പുഷ്പവതി എന്ന ഗായികയാൽ ആരെയും നമ്മൾ കുറച്ച് കാണുന്നില്ല, എല്ലാവർക്കും അവനവൻ്റെ റോൾ ഉണ്ടാവും. പക്ഷെ അതിനിപ്പോൾ പെരുന്തച്ഛന്മാരെ അല്ലെങ്കിൽ മുതിർന്ന കലാകാരന്മാരെ അനാദരിച്ചിട്ട് വേണ്ടല്ലോ, അവരോട് മര്യാദക്ക് പെരുമാറിക്കൂടെ? അദ്ദേഹം അവിടുത്തെ ചീഫ് ഗസ്റ്റാണ്. ആ ഒരു ഡ്യൂ റെസ്പെക്റ്റ് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റത്തിലും ശരീരഭാഷയിലും ഒക്കെ ഉണ്ട്. അത് ന്യായമാണ്. നമ്മുടെ ഒരു മുത്തച്ഛനായ ഒരു കാരണവർ ഒരു അദ്ദേഹത്തിന് വേണ്ട പരിഗണനയോ അല്ലെങ്കിൽ ആദരവോ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുടി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ എന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയാതെ പറഞ്ഞതും വരികൾക്കിടയിൽ വായിക്കേണ്ടതുമായ ഒന്നാമത്തെ കാര്യം, സിനിമയുടെ ഇൻസെൻറ്റീവിന് വേണ്ടി ചലച്ചിത്ര അക്കാദമി സഹായം ചെയ്യുമ്പോൾ അതിനകത്ത് സംവരണം പാലിക്കേണ്ടതുണ്ടോ? സംവരണമാണോ കലാപ്രവർത്തനത്തിൻ്റെ മാനദണ്ഡം, അതോ പ്രതിഭയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ. അടൂർ പറയാത്ത ചിലത് ആ വരികൾക്കിടയിൽ വായിച്ച് ഞാൻ പറയുകയാണ്. മലയാളത്തിൽ കഴിഞ്ഞ ഒരു 5-10 കൊല്ലം കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ചിട്ട്, സിനിമ നിർമ്മിക്കാൻ അറിയാമെന്ന് തെളിയിച്ചിട്ട് പിന്നീട് പ്രൊഡ്യൂസറെ കിട്ടാത്ത എത്ര സിനിമാക്കാരുണ്ട്? പുതിയ പയ്യന്മാർ, അവരെ ജാതിയും മതവും ഒക്കെ നിങ്ങൾ വിട്ടോളൂ. ആ കലാകാരൻ, അത്തരത്തിലൊരാൾ ആദ്യത്തെ സിനിമ വിജയിച്ചു, അല്ലെങ്കിൽ ആ ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കണ്ടിട്ട് അവർക്ക് അടുത്ത സിനിമക്ക് ഇൻസെൻറ്റീവ് കൊടുത്തൂടെ?
അതിന് ജാതിയാണോ മാനദണ്ഡമാക്കേണ്ടത്, ലിംഗമാണോ മാനദണ്ഡമാക്കേണ്ടത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതായത് കലാപ്രവർത്തനത്തിന് ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ തൊഴിലിന് കൊടുക്കുന്നത് പോലെ സംവരണം കൊടുക്കേണ്ടതുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിഭയ്ക്ക് പ്രതിഭയാണ് മാനദണ്ഡം. ഇപ്പോൾ മലയാളത്തിൻ്റെ ചരിത്രം എടുത്തോളൂ. മലയാള സിനിമയിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. മലയാള സിനിമയിലെ ആദ്യത്തെ ഏറ്റവും മികച്ച 10 സംവിധായകരെ എടുക്കുമ്പോൾ എന്നെപ്പോലൊരു സാധാരണ പ്രേക്ഷകൻ എണ്ണുന്ന കൂട്ടത്തിൽ തീർച്ചയായും ലെനിൻ രാജേന്ദ്രൻ ഉണ്ടാവും. അദ്ദേഹം പട്ടികജാതിക്കാരനായതുകൊണ്ടാണോ? അദ്ദേഹത്തിന് ആരെങ്കിലും സംവരണം കൊടുത്തിട്ടാണോ? മലയാളം എത്ര തന്നെ ഇപ്പോൾ ഒരു കാലത്ത് മലയാളത്തിൽ മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മുഴുവനും ജാതീയത ഉണ്ടായിരുന്നു. വഴി നടക്കാൻ അവകാശമില്ലാത്ത ദളിതനുണ്ടായിരുന്നു. ഒക്കെ ശരിയാണ്. അതിനെയൊക്കെ മുറിച്ചു കടന്ന് വന്നില്ലേ നമ്മൾ? ഇപ്പോഴും ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണോ? ഈ ആരോടൊക്കെ പൊരുതിയാണ് കലാഭവൻ മണി നായകനായത്? ഇപ്പോൾ വിനായകൻ്റെ രീതി ശരിയല്ലെങ്കിലും നമുക്ക് വിനായകൻ എന്ന നടനുണ്ടായില്ലേ? അപ്പോൾ ഇതിൻ്റെ പേരിലൊന്നും ഇപ്പോൾ മലയാള സിനിമയിൽ ഇന്ദ്രൻസ് ദേശീയ അവാർഡ് നേടിയില്ലേ? സലീം കുമാർ ദേശീയ അവാർഡ് നേടിയില്ലേ? ഇവർ ഈ പറയുന്ന നായർ സവർണ ലോബി മാത്രമാണ് മലയാള സിനിമയെങ്കിൽ ഇവരൊക്കെ ഉയരങ്ങളിലെത്തുമോ? പോട്ടെ, പ്രേം നസീർ തൊട്ട് മമ്മൂട്ടി മുതൽ ഇപ്പോൾ ഇന്നലെ മരിച്ച നവാസും ഷാനവാസും വരെയുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരു അയിത്തവും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? മലയാള സിനിമ ഈ ജാതിയൊന്നും പിന്നെ പരിഗണിച്ചിട്ടില്ല എന്നാ. പിന്നെ ചിലപ്പോൾ നമ്മളെ തിലകൻ ചേട്ടനെ പോലുള്ളവർ രൂക്ഷമായി ആക്രമിക്കുമ്പോൾ എന്തും പറഞ്ഞു കളയും. അത്രയ്ക്കുള്ള കാര്യമേ ഇതിനകത്തുള്ളൂ. ഞാൻ പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒരേപോലെ സൂപ്പർ സ്റ്റാറുകളാണെങ്കിൽ അപ്പം മലയാള സിനിമ നമ്മൾ കടന്നു വന്ന ഈ പ്രാകൃതമായ ജാതിബോധത്തിൽ നിന്നൊക്കെ മറികടന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അടൂർ ഗോപാലകൃഷ്ണനെ എവിടെയെങ്കിലും കിട്ടിയാൽ ഉടനെ അവൻ സവർണ മേധാവിയാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതാണ് പ്രശ്നം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എടുത്തു നോക്കൂ. അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് ജാതി മതാടിസ്ഥാനത്തിലുള്ള സംവരണാടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ സിനിമാ മേഖലയിൽ ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിന് മുമ്പ് അവർക്കൊരു ഒരു ഒരു പ്രീ ആക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ കൗൺസിലിംഗ് ഒരു കോഴ്സ് വേണ്ടേ? എല്ലാവരും കൊടുക്കുന്നതാണത്. വലിയ ബാങ്കുകൾക്ക് നിങ്ങൾ വ്യവസായ ലോണിന് അപേക്ഷിച്ച് നോക്കൂ. ആദ്യത്തെ സംരംഭമാണെങ്കിൽ, നിങ്ങളൊരു പുതിയ എൻ്റർപ്രണർ ആണെങ്കിൽ ബാങ്കുകൾ തന്നെ നിങ്ങൾക്ക് ദിവസങ്ങളോളം നീണ്ട കോഴ്സ് തരും. ആ പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ പരിശീലനം കൊടുത്തിട്ട് വേണ്ടേ എന്നാണ് അടൂർ ചോദിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സൗജന്യമായി പരിശീലനം കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ. ആ പരിശീലനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അത് ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ എതിരാണോ? സ്ത്രീകൾക്കെതിരാണോ? അല്ലല്ലോ. പിന്നെ അടൂരിൻ്റെ സിനിമയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ദളിതനെ ആക്ഷേപിക്കുകയെ ഒരു സ്ത്രീ വിരുദ്ധമായ ഒരു ഡയലോഗ് പോലും, അത് പിന്നെയും നമ്മൾ ഈ ജനപ്രിയ സിനിമകളിലാണ് കൂടുതലുള്ളത് അല്ലേ? മോഹൻലാലിൻ്റെയൊക്കെ സിനിമകളിലുള്ള അത്ര സ്ത്രീ വിരുദ്ധമായ പരാമർശവും രംഗങ്ങളും അടൂരിൻ്റെ സിനിമയിലുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ന്യായമാണ്. അടൂർ പറഞ്ഞ ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു സംഗതി പരിശീലനം കൊടുത്തൂടെ? മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ സിനിമ നിർമ്മിക്കാനുള്ള ഇൻസെൻറ്റീവാണ് ഒരു കലാകാരന് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ സിനിമയ്ക്ക് എന്തിനാണ് 1.5 കോടി കൊടുക്കുന്നത്? അതിന് പകരം ആ 1.5 കോടി 3 പേർക്കായിട്ട് കൊടുത്തൂടെ? 50 ലക്ഷം വീതം. ആ ചോദ്യത്തിന് വേറെ ഒരു പ്രസക്തി ഉണ്ട്. എന്താണെന്നറിയോ? കോടികൾ മതിക്കുന്ന സിനിമക്ക്, ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് പകരം ചെറിയ ബഡ്ജറ്റിൽ, ഇപ്പോൾ പുതിയ സിനിമാക്കാരൊക്കെ അങ്ങനെയാണ്. പുതിയ പയ്യന്മാരൊക്കെ 20 ലക്ഷം ഉണ്ടായ പക്ഷേ ഒരു സിനിമ ഉണ്ടാക്കാൻ വരുന്നു എന്നോട് പറയാറുണ്ട്. ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ 50 ലക്ഷമെങ്കിലും പരമാവധി കൊടുത്തിട്ട് നിങ്ങൾ 3 പേർക്ക് അവസരം കൊടുക്കുക എന്നല്ലേ അടൂർ പറഞ്ഞത്. ഇതൊന്നും പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ ഉടനെ അടൂരിനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ അടൂരെന്നല്ല ഏത് സീനിയർ കലാകാരനായാലും എൻ്റെ വീക്ഷണത്തിൽ ഒരു വലിയ എഴുത്തുകാരനെ വിമർശിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. MT വാസുദേവൻ നായരെ മരണം വരെ വിമർശിച്ച ഒരാളാണ് ഞാൻ. എഴുത്തിനെയാണ് വിമർശിക്കുന്നത്, വ്യക്തിയല്ല. അപ്പോൾ MT സവർണ മേധാവിയാണെന്ന് പറഞ്ഞിട്ടല്ല വിമർശിക്കേണ്ടത്. MT എഴുതിയ കഥകളിൽ ഞാൻ മഞ്ഞിനോട് ഇങ്ങനെ വിയോജിക്കുന്നു, ഞാൻ നാലുകെട്ടിനോട് ഇങ്ങനെ വിയോജിക്കുന്നു, ഞാൻ അസുരവിത്തിനോട് ഇന്ന കാര്യത്തിൽ വിയോജിക്കുന്നു എന്നല്ലേ പറയേണ്ടത്. ഞാൻ ആടുജീവിതത്തെ അത് ഇറങ്ങിയ കാലത്ത് രൂക്ഷമായി വിമർശിച്ച ആളാണ്. ഇപ്പോഴും അത് കോപ്പി ആണെന്നും പകർത്തി എഴുത്താണെന്നും വളരെ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടൊരു കാലമാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആവാം. പക്ഷേ ഒരു മനുഷ്യനെ, ഒരു എഴുത്തുകാരനെ, ഒരു കലാകാരനെ, ഒരു പ്രതിഭാശാലിയെ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ജാതി നോക്കി വിമർശിക്കരുത്. അത് അടൂരിനോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ പാതകമാണ്. അടൂരിനോട് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തോടും ചെയ്യുന്ന മഹാപാതകമാണ്. ആ പാതകത്തിന് ഇമാതിരി ആക്ടിവിസ്റ്റുകൾ ഏത് മൗലികവാദത്തിൻ്റെ പേരിലും കൂട്ടുനിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ.